ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ജീവനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലീസിന് കിട്ടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അത് അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതിയിൽ ചോദിക്കുന്നുണ്ട്. കൈകൂപ്പിക്കൊണ്ട് ജീവൻ പറയുന്നു, ഞാനൊരു മെന്റൽ പേഷ്യൻ്റാണ്. കുറെ കാലം ഞാനൊരു അപകടത്തിൽപ്പെട്ട് കോമയിലായിരുന്നു. അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ അവിടുത്തെ പരിഗണന എനിക്ക് കിട്ടിയേ പറ്റൂ. ഇത് കേട്ട് വക്കീൽ പറയുന്നു, യുവർ ഓണർ, പ്രതി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണ്. പ്രതി കോമയിലായിരുന്നു എന്നും ചികിത്സിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ കാര്യവും വാസ്തവമാണെങ്കിലും ചികിത്സിച്ച ഡോക്ടർമാർ ഇദ്ദേഹത്തിന്റെ അസുഖം പരിപൂർണമായും ഭേദമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നഴ്സ് റീനയെ ഇവർ കൊന്നത് മാനസിക വിഭ്രാന്തി മൂലമാണെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞതിന് ശേഷം കുഴിച്ചിട്ട ശേഷം അതേ ശരീരം മാറ്റൽ കളയുകയും ചെയ്തത് എങ്ങനെയാണ് കഴിയുന്നത്? അപ്പോൾ അത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു എന്നും തെളിവുകൾ നശിപ്പിച്ചത് വാസ്തവമാണെന്നും വ്യക്തമായി പറയുന്നുണ്ട്. ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പ്രതി നൽകുന്ന വാദങ്ങൾ അംഗീകരിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണിപ്പോൾ. റിമാൻഡ് കാലയളവിൽ പോലീസിന് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനും അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ പോലീസ് ജീവനെ കൊണ്ടുപോകുന്നു. നിരാശയോടെ ഇരിക്കുകയാണിപ്പോൾ വീണയും ജീവനും. തുടർന്ന് സുജാതയെ വിളിച്ചിരിക്കുകയാണ് രഘു. പിന്നെ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ രഘു സുജാതയോട് പറഞ്ഞിരിക്കുന്നു. ആ കാര്യം ഇപ്പോൾ നിത്യയോട് പറയുന്നുണ്ട്. എല്ലാവരെയും കബളിപ്പിച്ച് അവനെ കോടതിയെ കബളിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് സുജാത. അവിടേക്ക് ജ്യോതിയുടെ അമ്മയും അച്ഛനും ക്ഷേത്രത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നുണ്ട്. അവരും രണ്ടുപേരും പരസ്പരം കാണുന്നു. മോനു വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും ഇന്നലെ കോടതിയിൽ കൊണ്ടുപോകുന്നത് എന്ന് ജ്യോതിയുടെ അമ്മ, മനുവിന്റെ അമ്മ പറഞ്ഞു. എന്താണ് കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അതിന്റെ പേരിലും കുറച്ച് വിളി കേൾക്കേണ്ടി വരുമല്ലോ. എന്റെ സുജാതയെ കല്യാണം കഴിഞ്ഞിട്ട് ബന്ധുക്കൾ ചെവിതല തന്നിട്ടില്ല. എന്തൊക്കെയാ ചോദ്യങ്ങള്? സബ് കളക്ടറായ മോനെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ബന്ധം ആലോചിച്ചത്? ഇത്രയും വലിയൊരു സംഭവം കൺമുന്നിൽ കണ്ടിട്ട് പോലും നിങ്ങൾക്ക് ആ ബന്ധം അവസാനിച്ച് പോരായിരുന്നില്ലേ എന്നൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു എന്നൊക്കെ അമ്മ പറയുന്നു. നീ വെറുതെ ഇരിക്കെ എന്തിനാണ് സുജാതയെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തോ? മക്കൾ നല്ലത് ചെയ്താൽ അച്ഛനമ്മമാർക്ക് അഭിമാനത്തോടെ തലയുയർത്തി നടക്കാം. അവരെ കെട്ടത് ചെയ്താൽ തലകുനിച്ച് നിന്നേ പറ്റൂ എന്ന് ആ അമ്മ പറയുമ്പോൾ ആ അച്ഛൻ പറയുന്നുണ്ട്, സുജാത ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ തുടങ്ങുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിന്നേ. പിന്നെ സുജാതയെ മോനെ 1-2 ദിവസം കഴിഞ്ഞേ വിടാൻ കഴിയൂ എന്ന് സുജാത പറഞ്ഞു. പക്ഷേ അത് ഞങ്ങൾ സമ്മതിച്ചിരുന്നു. ഇപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇനി അത് മാറ്റിവെക്കരുത്. മോൻ ഒരു 2 ദിവസം കഴിയുമ്പോൾ അവിടെ എത്തണം. അച്ഛൻ പറയുന്നു. അച്ഛൻ അമ്മമാരുടെ അടുത്ത് അവൻ നിൽക്കുന്നതാണല്ലോ അതിന്റെ ഒരു ശരി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടിയെ വേണം, എന്നാലും നിങ്ങൾ അങ്ങോട്ട് വിട്ടേ പറ്റൂ. അപ്പൊ പിന്നെ കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്നൊക്കെ അവർ പറയുമ്പോൾ പരസ്പരം വിഷമത്തോടെ സുജാതയും നിത്യയും നോക്കുന്നുണ്ട്. നിത്യയോട് മനുവിന്റെ അമ്മ പറയുന്നു, കേട്ടോടി കൊച്ചെ, നമ്മുടെ സ്വന്തം അല്ലാത്ത കാര്യങ്ങൾ, അതിപ്പോൾ സാധനങ്ങളായാലും മനുഷ്യരായാലും കുറച്ച് അകലെ വിടുന്നത് നല്ലതാണ്. അതിന്റെ കാര്യം എന്താണ്? പിരിയേണ്ടി വന്നാൽ വലിയ സങ്കടമൊന്നും ഉണ്ടാകില്ല കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, അമ്പലത്തിലെ നടയടയ്ക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. മനുവിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുന്നുണ്ട് പരസ്പരം. തനിക്ക് ഇത്ര കൾച്ചർ ഇല്ലേ എന്ന്. ഇത് കേട്ട അമ്മ പറയുന്നു, നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ അവരുടെ അമ്മ കൊന്ന ആ സ്ത്രീയെ ഞാനാണ് കൊന്നത് എന്ന്. അവരുടെ മകൻ കൊന്ന ആ സ്ത്രീയെ ഞാനാണ് കൊന്നത് എന്ന്. അങ്ങനെ രണ്ടുപേരും തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് സുജാതയും നിത്യയും സങ്കടത്തോടെ നിൽക്കുന്നു. വിധിയാണ് മോളെ, പക്ഷേ ജ്യോതിയുടെ കാര്യം ഓർക്കുമ്പോഴാ എന്നൊക്കെ സുജാത. ആദ്യയെ അപ്പോൾ കൊടുത്തേ പറ്റുമല്ലേ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹരി. അമ്മാവൻ ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അമ്മാവൻ ഇത് എവിടേക്ക് പോകുന്നു എന്ന് ഹരി ചോദിക്കുന്നു. വീണയെ വിളിക്കുകയാണ് അമ്മാവൻ എങ്ങോട്ട് പോവുക? വീണയുണ്ട് കൂടെ, ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ഹരി ചോദിക്കുന്നു. നീ ഹരിക്കെതിരെ കേസ് കൊടുത്തതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും എല്ലാം ശരിക്കും കുഞ്ഞിന് വേണ്ടിയിട്ടാണോ, ഈ സ്വത്തിന് വേണ്ടിയിട്ടാണോ? എന്തിനാ പുതിയ ചോദ്യം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ബഹളം വയ്ക്കാനല്ല, അതിന്റെ കാര്യം എന്താണെന്നറിഞ്ഞാൽ അത് പരിഹരിക്കാനാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിനക്ക് കുഞ്ഞിനെയാണ് ആവശ്യമെങ്കിൽ നീ അത് കോടതിയിൽ പോയി നടത്തിയെടുക്കേണ്ടി വരും. അതല്ല, ഈ കാണുന്ന സ്വത്താണ് നിന്റെ ആവശ്യമെങ്കിൽ ഞാനത് നിന്റെ പേരിൽ എഴുതരാമെന്ന് അമ്മാവ എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, തൽക്കാലം നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാൻ അച്ഛനും മകളും തമ്മിലുള്ള പ്രശ്നമാണ്. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ എന്ന് അമ്മാവൻ. ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരം വേണമെന്നും ഉത്തരം തരും മുമ്പ് ഒരു കാര്യം കൂടി എന്നോട് പറയണം. കുഞ്ഞിനു വേണ്ടി പോലീസ് കേസിൽ പുറപ്പെടാനായാലും ശരി, എൻ്റെ സ്വത്തിന്റെ അവകാശിയാകാനാണെങ്കിലും ശരി, ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം. ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്കിടയിൽ ഒരാളാകാനും പാടില്ല.
എന്താ തീരുമാനം എടുക്കാൻ നിനക്ക് സമയം വേണോ എന്ന് ചോദിക്കുമ്പോൾ വീണ പറയുന്നു, കല്യാണി അച്ഛൻ്റെ കൂടെ നിന്നോട്ടെ, എനിക്ക് സ്വത്ത് മതി. ഉറപ്പാണല്ലോ ഇതിന്, ഇനി മാറ്റം വരില്ലല്ലോ എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് വീണ. പോയി നിന്റെ എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് വരാൻ അമ്മാവൻ പറയുന്നുണ്ട്. ഇനി ഇവിടുന്ന് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ്. നിന്റെ തുണിയും എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും എടുക്കും. എൻ്റെ സർവ്വസമ്മതം നിന്റെ പേരിൽ ഞാൻ എഴുതി വെക്കുന്നു. അതിനുശേഷം നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. സമ്മതമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സമ്മതിച്ചു എന്ന് വീണ. എന്നാ പിന്നെ പെട്ടെന്നാകട്ടെ, രജിസ്റ്റർ ഓഫീസറെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സമ്പത്തിനേക്കാളും നമുക്ക് സമാധാനമല്ലേ വലുത്. ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചോളാം, നീ സമ്പത്തുമായി ജീവിച്ചോ എന്ന് അമ്മാവൻ. ഞാൻ ഇപ്പോൾ റെഡിയാകാം. അച്ഛൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കാലം ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങളുടെ സമാധാനവും കെടുത്തില്ലായിരുന്നു. ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് വീണ ഹരിയെ ഒന്ന് നോക്കിയിട്ട് റെഡിയാകാനായി പോകുന്നു. ഹരി അമ്മാവനോട് ചോദിക്കുന്നു, അമ്മാവന് ഇത് എന്ത് പറ്റി, എന്താണിത് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? അനുഭവജ്ഞാനം കൊണ്ട് പെട്ടെന്നെടുത്ത തീരുമാനമാണ്, ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ഇത്. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, അതിന്റെ മനസ്സുറപ്പ് എനിക്കുണ്ട്. അതിനാരും എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമില്ലെന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ വിഷമത്തോടെ ഹരി നിൽക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ചിലത് തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ശേഷം കാണിക്കുന്നത് സുജാതയും നിത്യയും ഇങ്ങനെ നിൽക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്ന മനുവിന്റെ അച്ഛനെയും അമ്മയും കാത്തു തന്നെ അവിടെ നിൽക്കുകയാണ് സുജാതയും നിത്യയും. എന്നാൽ നിത്യ പറയുന്നു, നമ്മൾ ഇനി എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ മോളെ മനുവിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എന്നെ സുജാത പറയുന്നു. എനിക്കിത് മനസ്സിലായല്ലോ, ആദ്യം നമ്മൾ വിട്ടുകൊടുക്കണം, കൊടുത്തേ പറ്റൂ. ആ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എന്തിനും ഏതിനും ഒരു അകലം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണെന്ന്. ഇതിപ്പോൾ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്, പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല. അത് വേറൊരു കുടുംബമാണ് മോളെ. ഈ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് പോലെ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അവർ ചോദിച്ചാൽ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വേറെ വഴിയില്ലെന്ന് കെ സുജാത പറയുന്നു. അങ്ങനെ ഒരു വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ട അമ്മേ. ആദ്യം പിരിയുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാകും. സങ്കടം എനിക്ക് പുതുമയുള്ള കാര്യമാണോ? കരയാൻ കാലം എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് നാൾ ഞാൻ കരയും, അത് കഴിയുമ്പോൾ അത് നിന്നോളുമെന്നും നിത്യ പറയുന്നുണ്ട്. ആദ്യോട് അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. വീട്ടിൽ ചെന്ന് ഞാൻ അവനുമായി പുറത്തേക്ക് പോകാം, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും നിത്യ. അവൻ അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കില്ല, പക്ഷേ ഞാൻ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം. നമ്മുടെ ജ്യോതിക്ക് വേണ്ടിയിട്ടല്ലേ, അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട്. സുജാത പറയുന്നു, കൂടുതൽ ധൈര്യം കാണിച്ച് നീ എന്നെ വേദനിപ്പിക്കണോ? പിന്നെ ഞാൻ എന്താ അമ്മയെ ചെയ്യേണ്ടത്? ഞാൻ പൊട്ടിക്കരയണോ, അതോ അവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോണോ? 5-6 വർഷങ്ങൾക്ക് ശേഷം ജ്യോതി ഒന്ന് ജീവിച്ചു തുടങ്ങിയതല്ലേ അമ്മേ. അവൾക്ക് ഒരു കുറവും വരുത്താൻ പാടില്ല. നമുക്ക് പോവാമേ. ഇനിയും സംസാരിച്ചാൽ നമ്മൾ രണ്ടുപേരും കരയും. ഒരു ഉപകാരമില്ലാതെ വെറുതെ കണ്ണുനീര് പാഴാക്കിയിട്ട് എന്താ അമ്മേ കാര്യം? വന്നേ എന്ന് പറഞ്ഞിട്ട് നിത്യ മുന്നേ നടക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അമ്മാവനും നിത്യയും ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു നല്ല കാര്യത്തിന് വന്നതല്ലേ, ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് പറയുന്നു. ഓട്ടോക്കാരനോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട് അദ്ദേഹം. മോളെ നന്നായി പ്രാർത്ഥിച്ചോ, ഇനി ഇവിടെ അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ ദൈവങ്ങളെങ്കിലും കൂട്ടുണ്ടാകുമെന്ന് അമ്മാവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ്. വീണയാണെങ്കിൽ ഒരു താല്പര്യമില്ലാതെയാണ് അവിടെ നിൽക്കുന്നത്. ഒന്ന് ഭഗവാനെ തൊഴാൻ പോലും തയ്യാറല്ല, പുച്ഛത്തോടെയാണ് നിൽക്കുന്നത്. അമ്മാവൻ പക്ഷെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രസാദവുമായി തിരുമേനി അവിടേക്ക് വന്നു. രണ്ടുപേർക്കും പ്രസാദവും കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ദക്ഷിണയും കൊടുത്തു. പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഈശ്വരനെ വിട്ടോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. മക്കൾ അങ്ങോട്ട് ഇരിക്കെന്ന് പറയുന്നു. വേണ്ടച്ച എന്ന് വീണ അങ്ങോട്ട് ഇരിക്കുക, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ കർമ്മങ്ങളുടെ കാര്യമായി തിരുമേനി പറഞ്ഞത് എന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, അതൊക്കെ പറയാം, മോൾ ആദ്യം ഇതൊന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് പ്രസാദം കൊടുത്തു. അതെ, എന്നേക്കുമായി ഒരാളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇരിക്ക പിണ്ടം വെച്ച് പടിയിറക്കി പുറത്താക്കുക എന്നൊരു ചടങ്ങുണ്ട്. എന്നാൽ ഈ ജന്മത്തിൽ അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറയാൻ കഴിയും. അല്ലാതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് അതിനു പകരം വേണ്ട കർമ്മങ്ങൾ വേണമെന്നാണ് ഞാൻ തിരുമേനിയോട് പറഞ്ഞത്. ഈ ഒരു ചരട് കണ്ടോ? ഈ ചരടിന്റെ ബന്ധങ്ങൾ വേർപെടുത്തിയാൽ നീയും ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. പടിയടച്ച് പിണ്ടം വെച്ചതിന്റെ തുല്യമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ വീണ പറയുന്നു, അച്ഛൻ ഇത്രയ്ക്ക് ക്രൂരിയാണോ എന്ന്. ആയിരുന്നില്ല, പക്ഷേ നീ എന്നെ ആക്കി. നീ എന്താടി കരുതിയത്? സാധനങ്ങൾ എടുത്ത് ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞപ്പോൾ എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിന്റെ പേരിൽ എഴുതി വെക്കണം എന്നാണോ എന്ന് അമ്മാവൻ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് വീണ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇത്. എന്തായാലും വീണ വിചാരിച്ചത് അമ്മാവൻ എന്തോ ഒരു മനസ്സിലിവ് വന്ന് സ്വത്തുക്കളെല്ലാം തൻ്റെ പേർക്ക് എഴുതി വെക്കും എന്ന് തന്നെയായിരുന്നു. ഹരിയും ഇതിൽ വിശ്വസിച്ചിരുന്നു. പെട്ടെന്ന് എന്താണ് അമ്മാവൻ ഒരു മാറ്റം എന്നൊക്കെയായിരുന്നു ഹരിയും വിചാരിച്ചത്. എന്നിരുന്നാലും ഹരിയോട് അമ്മാവൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഹരിക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വീണയ്ക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കാനല്ല, വീണയെ പടിയിടച്ച് പിണ്ടം വെക്കാൻ, അതായത് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും മനസ്സിൽ നിന്ന് ഇറക്കി വിടാനും ഒക്കെ തന്നെയായിട്ടാണ് അമ്മാവൻ ഡ്രസ്സുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നേരെ ക്ഷേത്രത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ എല്ലാ ബാധ്യതകളും ഒഴിപ്പിക്കാം എന്ന് കരുതി.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.